ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മീര അനിൽ ഇപ്പോൾ ഏതൊക്കെയോ ദേശത്തോട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള സ്ഥലങ്ങളൊന്നുമല്ല, ബഹിരാകാശത്ത് ഏതോ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അതിലൊരു ഇന്റർവ്യൂ ആണ് കഴിഞ്ഞ ദിവസം എടുത്തത്. അതിനുശേഷം ഇന്റർവ്യൂവിന്റെ ഗുണം കൊണ്ടല്ല, ആ ഇന്റർവ്യൂ നടത്തിയ രീതി കൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രോൾ വാങ്ങി പ്രതികരണം മേടിച്ചിട്ടാണ് ആളെ ഏറിപ്പോയിരിക്കുന്നത്. ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഗസ്റ്റ് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹം ഈ ലോകത്ത് കാണാനുള്ള സ്ഥലങ്ങൾ ഇനി ബാക്കിയുണ്ടെന്ന സംശയമാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് എല്ലാ സ്ഥലങ്ങളും അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം അദ്ദേഹം കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതിപ്പോൾ മീര അനിൽ ബഹിരാകാശത്തു കൂടെ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ മാത്രമായിരിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്ത് തിരിച്ചു വരുമ്പോൾ സന്തോഷ് ജോർജ് അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് നല്ലതായിരിക്കും. അതൊന്ന് ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കും അതൊരു അനുഭവമായിരിക്കും. സംഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഒരുപാട് ട്രോളർമാരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഒക്കെ അതെടുത്ത് പെരുമാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ മൈൽ സ്റ്റോൺ ടേക്കേഴ്സ് എന്നാണ് ആ ചാനലിന്റെ പേരെന്നാണ് ഓർമ്മ. ആ ചാനലിൽ മീര അനിൽ ഒരു ഇന്റർവ്യൂ എടുത്തു. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇന്റർവ്യൂ ആയിരുന്നു അത്. ആ ഇന്റർവ്യൂവിൽ ഇവർ ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ട്രോളിന്റെ അപ്പുറം പോയ വേറെ ലെവൽ മറുപടി. അതിന്റെ അപ്പുറത്തേക്ക് ട്രോൾ ചെയ്യാൻ ഇനി ഒന്നുമില്ല. ആമിൻ എന്ന സിനിമയിലെ ഫഹദ് ഫാസിൽ ഒരു പീസ് വായിച്ചിട്ട് കഴിയുമ്പോഴേക്കും അതിൽ പോത്തച്ചൻ എന്ന കഥാപാത്രമുണ്ട്, അദ്ദേഹത്തിന് എതിർവശത്ത് വായിക്കുന്ന ആള്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ജഡ്ജസിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഇതിനപ്പുറത്തേക്ക് വായിക്കാൻ എനിക്കിനൊന്നുമില്ല. അതേപോലെ തന്നെ ഈ സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയ ട്രോളിനപ്പുറത്തേക്ക് ചെയ്യാനൊരു ട്രോള് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കുമില്ല, ട്രോൾ ചെയ്യുന്നവർക്കുമില്ല. അതിന് ട്രോളാണ് കൊടുത്തത്. അപ്പൊ ഞാൻ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. കാരണം ഞങ്ങളുടെ ഒരു 1.7 M സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ പേര് കാണാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്ന് പേരും സാറിൻ്റെതായിരുന്നു. അതെ, 1.7 മില്യൺസ് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു സംഭവം ഞാൻ പ്ലേ ചെയ്തത്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കട്ടെ. എന്താണ് ഈ പ്രേക്ഷകർ ആഗ്രഹിച്ചതെന്നും എന്താണ് ഈ പെണ്ണ് കാണിച്ചതെന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾക്ക് പിന്നീട് നോക്കാം. സോ അപ്പം എനിക്ക് തുടങ്ങുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ഇത്ര ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട്, ഇത്ര കാമറായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ സർ? വളരെ പ്ലസന്റ് ആയിട്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടിരിക്കുന്നതാണല്ലോ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഞാൻ കാമല്ലാതാവുണ്ടോ? അല്ല, പിന്നെ നമ്മൾ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് വരേണ്ടത്? വടിവാളൊക്കെ ആയിട്ട് ആക്രോശിച്ച് ബഹളം ഉണ്ടാക്കി വരണോ? എന്റെ പൊന്നനിലെ എമ്മാതിരി ചോദിക്കുന്നു. ഒരു ഇന്റർവ്യൂ ഒരു ഗസ്റ്റ് വരുമ്പോൾ, പ്രത്യേകിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ള ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർ പിന്നെ എങ്ങനെ ഇരിക്കണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ചില സിനിമയുടെ പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, കലാപം ഉണ്ടാകും, അവസാനം ആ ഒരു ഭാഗം എടുത്തിട്ടായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത്. ചിലതിലത് മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കും. കാരണം ഇത് കണ്ടാൽ നിങ്ങൾ ആൾക്കാർ ഇന്റർവ്യൂ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഗസ്റ്റ് കയ്യിലിരിക്കുന്ന കോളർ മൈക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോവുക, ആ ഒരു സംഭവം എടുത്ത് പ്രൊമോയിലിടുക, ആൾക്കാരെ കാണിക്കുക. അങ്ങനെ വല്ല കലാപമാണോ കവി ഉദ്ദേശിച്ചത്? തുടക്കം തന്നെ ട്രോള് മേടിച്ചെന്നിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് 2 പ്രണയങ്ങൾ സാറിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കോ? ഫ്രഷ്. ഈ ചോദ്യം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു ചോദ്യമേ നമ്മൾ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഏതെങ്കിലും ഒരാൾ അയാളുടെ പാഷനെ ഫോളോ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അയാളുടേതൊരു പ്രണയ വിവാഹമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് 2 പ്രണയമുണ്ട്. ഇനി നമ്മൾ പറഞ്ഞില്ലെങ്കിലും അയാൾ പറയും, എനിക്ക് 2 പ്രണയമുണ്ടായിരുന്നു. ഒന്ന് ഞാൻ സ്നേഹിച്ച വ്യക്തിയോടും മറ്റൊന്ന് എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ പാഷനോട് എന്നൊക്കെ പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് 2 പ്രണയമുണ്ട് അല്ലേ? ഞാനത് റിവീൽ ചെയ്യട്ടെ, ഞാനത് പറഞ്ഞ് പൊളിച്ചെടുക്കട്ടെ. സന്തോഷ് ജോർജ് ആ രീതിക്ക് മറുപടി പറഞ്ഞില്ല. പിന്നെ അങ്ങോട്ട് പോയതിനു ശേഷം വീണ്ടും പെണ്ണ് പിന്നെയും പറഞ്ഞു 2 പ്രണയം ഉണ്ടല്ലേ? അപ്പൊ ഇതേ പറഞ്ഞ ശരിയാണ്, ഒന്ന് എൻ്റെ കരിയറാണ്. ഇത് ആർക്കും അറിയാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യമേ ആരും കേട്ടിട്ടില്ല. മോനെ, സത്യം പറയട്ടെ, നിങ്ങൾ ചോദിച്ചിട്ട് കൊള്ളാവുന്ന ബുദ്ധിപരമായ ഒരു ചോദ്യം ഇതായിരുന്നു. അത് ഞാൻ സമ്മതിച്ചിരുന്നു. വേറെ എവിടെ നിന്നും ചൂണ്ടിയതാണെങ്കിലും സംഗതി ബുദ്ധിപരമായി ചോദിച്ച ഒരേ ഒരു ചോദ്യം. 1.5 മണിക്കൂറുണ്ട് ഈ വീഡിയോ കേട്ടോ. അതിൽ അരമണിക്കൂർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള 1 മണിക്കൂർ കാണാനുള്ള മാനസികാവസ്ഥ, ശക്തി എനിക്കില്ല. ഇവിടെ വെച്ച് നിർത്തി. കാരണം ഇപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടല്ലോ പ്രണയത്തെക്കുറിച്ച്. ഇനി അങ്ങോട്ടുള്ള ഒരു 1.5 മണിക്കൂർ പ്രണയം. മുമ്പ് പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ പ്രണയിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രണയിച്ചിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയിച്ചിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പ് പ്രണയിച്ചിട്ടുണ്ടോ? കല്യാണത്തിന് ശേഷം പ്രണയിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രണയിക്കുമോ? ഉച്ചക്ക് പ്രണയിക്കുമോ? രാത്രി കിടക്കുമ്പോൾ പ്രണയിക്കുമോ? ഒരു ദിവസം 1 വീതം 3 നേരമാണോ പ്രണയിക്കുന്നത്? ഭക്ഷണത്തിന് മുൻപാണോ ഭക്ഷണത്തിന് ശേഷമാണോ പ്രണയിക്കുന്നത്? ഇങ്ങനെ ഈ പെണ്ണുമുള്ള ഒരു 1.5 മണിക്കൂർ ഈ പ്രണയം മാത്രം വെച്ച് തിരിച്ചും മറിച്ചും കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും കെട്ടിയൊരു കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും തരിക? ഇപ്പൊ എൻ്റെ അടുത്താണെങ്കിലും എൻ്റെ പോലുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും
നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. കഴിക്കണ്ടോ സാർ? അതെന്താണ് സാർ അങ്ങനെ? അതെന്താ സാർ അങ്ങനെ? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പുള്ളി അത് സറ്റാരിക്കായിട്ട് പറഞ്ഞെങ്കിലും കാര്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ സമൂഹത്തിനതൊരു വിഷയമല്ല, ഭൂമിക്കൊരു വിഷയമല്ല, ഈ രാജ്യത്തിനതൊരു വിഷയമല്ല. കുറേ പേര് കല്യാണം കഴിക്കാതെ ജീവിക്കും, കുറേ പേര് ലിവിങ് ടുഗദർ ആയിരിക്കും, കുറേ പേരുടെ ലവ് മാരേജ് ആയിരിക്കും, കുറേ പേരുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതായത് ഒരാളുടെ വിവാഹം അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് സമൂഹത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഈ വിവാഹം കഴിക്കാത്ത ഫ്രസ്ട്രേഷനിൽ ഒരാൾ ഒരു പൊതുശല്യമായി തീരുമ്പോൾ മാത്രമാണ് അത് സമൂഹത്തെ ബാധിക്കുന്നത്. അല്ലാത്തിടത്തോളം കാലം ഇയാൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ വേറെ ആൾ വിവാഹം കഴിക്കും, അവർക്ക് മക്കളുണ്ടാകും, സമൂഹം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്രേ സന്തോഷ് ജോർജ് പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതൊക്കെ സാധാരണ കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന, അരിഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, ചപ്പാത്തിയോ കുപ്പൂസോ എന്തുകൊണ്ടും കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരായാലും മനസ്സിലാവും ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പെണ്ണിനെ തിരിഞ്ഞത് വേറെ വഴിക്കാണ്. സാറ് പറഞ്ഞത് ഞാൻ വേറെ രീതിയിലാണ് വായിച്ചത്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോലുള്ള ആണുങ്ങൾക്കൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അതാണോ സാർ? അല്ല, അതിപ്പോ ഒരാളുടെ തലക്കാത്തിരിക്കുന്ന ബോധമനുസരിച്ചല്ലേ വായിക്കാൻ പറ്റുള്ളൂ. നേരെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞൊരു ആൻസർ, ഇവരുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന സംഭവം ഇത്രയാണ്. എന്തോ ആണുങ്ങളുടെ മേലെ ബാധയായിട്ട് കയറുന്നതാണ് പെണ്ണുങ്ങൾ. കല്യാണം കഴിക്കുന്നതോടെ ആണുങ്ങൾക്കൊരു ബാധ്യതയായി തീരുന്നവരാണ് പെണ്ണുങ്ങൾ എന്ന വിചാരമാണത്. ഈ ഇടക്കാരോ പറഞ്ഞതുപോലെ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇതേപോലെയുള്ള പെണ്ണുങ്ങൾ തന്നെ. ഇതേപോലെ പെണ്ണുങ്ങളാണ് കൂടെ ഉള്ളെങ്കിൽ വേറൊരു ശത്രുക്കൾ സ്ത്രീകൾക്ക് ആവശ്യം വരില്ല. ഇവരൊക്കെ തന്നെ ധാരാളമാണ്. എമ്മാതിരി പുഴത്തരാണ് വന്നിരുന്നു പറയുന്നത്. നിങ്ങൾ ഏതാണ് വിചാരിക്കുന്നത് അത് വിചാരിച്ച. കാരണം ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചല്ലേ പറയുന്നത് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇത് സംഭവം മുഴുവനും ഈ ഒരു ചോദ്യം മാത്രമാണ്, പ്രണയത്തെക്കുറിച്ച് മാത്രം. ഇതിലതല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന വ്യക്തി, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തി, കുറെ സംസ്കാരങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി, കുറെ അനുഭവങ്ങളുള്ള വ്യക്തി, ആ വ്യക്തിയോട് ചോദിക്കാനായിട്ട് നിങ്ങൾക്കാകെ ഈ ഇക്കിളി ചോദ്യം മാത്രമേ ഉള്ളൂ, ഈ ഒരു പൈങ്കിളി ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ ചോദ്യം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അത്ര സീരിയസ് അല്ലാത്ത. സില്ലി എന്ന് പറയുമ്പോൾ ഞാൻ താഴ്ത്തിക്കെട്ടി പറയുകയല്ല. ഇപ്പോൾ കളിയും ചിരിയുമായിട്ട് പോകുന്ന ഇൻ്റർവ്യൂസ് ഉണ്ട്, അല്ലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ വിളിച്ച് ഇൻ്റർവ്യൂ എടുത്തും. ഇദ്ദേഹം സെലിബ്രിറ്റി എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അതിൽ അഭിനയിച്ച ആളുകളെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ നടത്തുന്നു. അതിന് കളിയും ചിരിയുമോ കഞ്ഞിയും കൂട്ടാൻ വെച്ച് കളിക്കുകയോ എന്ത് വേണം ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. കാരണം അതിന് ആ രീതിയിലാണ് പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ആ രീതിയിൽ തന്നെ പോകുന്നതാണ് ശരി. അതിനകത്ത് പൈങ്കിളി മാത്രമായാലും കുഴപ്പമില്ല. പക്ഷേ വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരുന്നു. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 1.7 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യമായിരുന്നു. അത് തള്ളിവിട്ടാണെന്നറിയാം, എങ്കിൽ പോലും അതിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും കൊണ്ടുവരാനായിട്ട്. പക്ഷേ അവരാഗ്രഹിച്ചിരുന്ന ഒരു ഇന്റർവ്യൂ അല്ല നിങ്ങൾ കൊടുത്തതെന്ന് 100% ഉറപ്പാണ്. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ നിലവാരം ഒരു പൈങ്കിളി കഥയ്ക്കപ്പുറത്തേക്ക് പോയിട്ടില്ല. 1/2 മണിക്കൂറായിട്ട് ചോദ്യം പ്രണയത്തെക്കുറിച്ച് മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെ പറഞ്ഞാണ്. അതാണ്. പക്ഷെ ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ചു. സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അല്ല, ഞാൻ ഈ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ്. ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ്, ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ്, ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മോനെ, ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു 70-80% ഈ പെണ്ണിന്റെ കിക്കി മറ്റൊരു കോളിംഗ് ബെല്ലില്ലേ അടിക്കുമ്പോൾ ഇങ്ങനെ ക്ലിക്ക് 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 എന്നൊരു സ്വരം ഉണ്ടാകുന്നത്, ആ കോളിംഗ് ബെല്ല് പോലെ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിരിയല്ലാതെ ഞാൻ നിങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ കേൾക്കുന്നത് അങ്ങനെയാണ്. അത് മാത്രം വെച്ച് തന്നെ കുറെ പോയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ചോദ്യം, ബാക്കിയുള്ള ഇന്റർവ്യൂവിലൊക്കെ നിങ്ങൾ യാത്രയെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ, പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ചോദിച്ചത്. സത്യത്തിൽ അങ്ങനെയല്ല. ബാക്കിയുള്ള ഇന്റർവ്യൂവിലൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾക്കാകെ അറിയാവുന്നത് പ്രണയത്തെക്കുറിച്ച് ചോദിക്കാനാണ്, ഈ പൈങ്കിളി ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കും. ഇത് ഈ ഒരു ഇന്റർവ്യൂവിന്റെ പ്രശ്നമല്ല കേട്ടോ, മറ്റു പല ഇന്റർവ്യൂസ് ഇത് തന്നെ കാണിക്കുന്ന കണ്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട്, അത് പത്മരാജന്റെ ഭാര്യയെ ഗസ്റ്റായി വന്നൊരു ഇന്റർവ്യൂ ആണ്. നല്ല സിനിമകളെ കുറിച്ച് ചോദിക്കുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അരപ്പട്ടി കെട്ടിയ ഗ്രാമത്തിൽ, കള്ളം പവിത്രൻ, ഞാൻ ഗന്ധർവൻ പോലുള്ള സിനിമകളെ കുറിച്ച് ഈ ഇന്റർവ്യൂർ ചോദിക്കുന്നു. ഞാൻ കേട്ടപ്പോൾ കൊള്ളാമല്ലോ, നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പ്രണയപ്പനി തുടങ്ങി. പിന്നെ അതിലോട്ട് അങ്ങോട്ട് തൂങ്ങാൻ തുടങ്ങിയിട്ട് ഇവർ റേഡിയോ കാലത്ത് പ്രണയിച്ച ആദ്യം പറയുന്നു. അത് പോട്ടെ, എക്സ്പെക്റ്റഡ് എന്ന് വിചാരിച്ച് വിടാം. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു മോനെ, അതാണ് എന്നെ തളർത്തി കളഞ്ഞത്. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പോൾ എന്ന സിനിമയിലെ പ്രണയദൂത്,
നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലെ വരികൾ ഇങ്ങനെയാണ്: അതിരാവിലെ ഉണർന്ന് നമ്മൾക്ക് മുന്തിരിത്തോപ്പുകളിലേക്ക് പോവാം എന്ന് തുടങ്ങുന്ന വരികൾ. ആ വരികളെക്കുറിച്ച് ഈ പെൺകുട്ടി പറയുകയാണ്: ഇത്ര മനോഹരമായ പ്രണയത്തിന്റെ വരികൾ എഴുതാൻ കഴിഞ്ഞിരുന്ന പത്മരാജൻ അങ്ങേക്ക് പ്രണയലേഖനങ്ങൾ അയച്ചിട്ടുണ്ടോ? എൻ്റെ മോളെ, അത് പത്മരാജൻ എഴുതിയ വരികളല്ല. സോങ്സ് ഓഫ് സോളമൻ അല്ലെങ്കിൽ ഉത്തമഗീതം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള വരികളാണ്. ഈ ഉത്തമഗീതത്തിലുള്ള കഥാപാത്രമാണ് സോളമൻ. ഈ സിനിമയിലെ കഥാപാത്രവും സോളമനും സോഫിയയും തമ്മിലുള്ള പ്രണയമാണ്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ നിന്നുള്ള വരികൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോഴെനിക്ക് മനസ്സിലായത്, നിങ്ങൾ വിക്കിപീഡിയയിൽ പോയി കുറച്ച് പേരുകൾ തപ്പിപ്പിടിച്ചെടുത്തു, അത് വെച്ചിട്ട് ഇന്റർവ്യൂ നടത്തി. പിന്നെ ഞാൻ മോശം പറയില്ല കേട്ടോ, അതിനകത്ത് ചോദ്യങ്ങളൊക്കെ ഒരു 50-60% വരെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു അത്, ഈ പ്രണയം എടുത്തിടുന്നത് വരെ. പിന്നെ അത് ഭയങ്കര ലെവലിലേക്ക് പോയി. ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലൊക്കെയാണ് ഇന്റർവ്യൂ പോകുന്നത്. ഇതിനകത്ത് രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കുറച്ചെങ്കിലും ഭാഗത്ത് സന്തോഷ് ജോർജ് കുളങ്ങര ഈ ഇന്റർവ്യൂവിന്റെ പോക്ക് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാണ് തോന്നുന്നു ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളെ മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നു. ഉദാഹരണമായിട്ട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ, വളരെ സിവിലൈസ്ഡ് ആയ ഒരു സൊസൈറ്റിയിൽ നിയമങ്ങൾ ആവശ്യമില്ല. എന്നിട്ട് അദ്ദേഹം വിവിധ വികസിത രാജ്യങ്ങളിലെ റോഡ് ട്രാഫിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ചു വരുമ്പോൾ ഇവള് പിന്നെയും പ്രണയം എന്ന് പറഞ്ഞ് വലിച്ച് താഴെയിടും. പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ നിന്നൊന്ന് പൊങ്ങി ഇന്ത്യയിലെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ ഡെവലപ്മെന്റിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഇവള് പിന്നെയും വലിച്ച് താഴെയിടും. കേരളത്തിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോഴും ഇവള് പ്രണയം എന്ന് പറഞ്ഞ് വലിച്ച് താഴെയിടും. കാരണം ഇവൾക്ക് ആകെ അറിയാവുന്ന ടോപ്പിക്കാണ് പ്രണയം. എന്നിട്ടാണ് പറയുന്നത്, ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചാണ്. ഇതല്ലാതെ വേറൊരു ചോദ്യം ഇവർക്ക് ചോദിക്കാനില്ല. എന്തായാലും ഈ ഇന്റർവ്യൂ എന്നെ മാത്രമല്ല നിരാശപ്പെടുത്തിയത്, നിങ്ങളീ പറഞ്ഞ 1.7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ വീഡിയോ കാണാൻ സാധ്യതയുള്ളവർ, അവർക്കും ഇത് നിരാശയാണ് നൽകിയിരിക്കുന്നത്. അവരുടെ കമൻസ് കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. മറ്റാരെങ്കിലുമാണ് ഇന്റർവ്യൂ എടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂവർ തന്നെ മോശമായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ രൂപത്തെയോ ഭാവത്തെയോ എന്നല്ല പറയുന്നത്, ഇന്റർവ്യൂ എടുത്ത രീതിയാണ്. വളരെ മോശം ഇന്റർവ്യൂ ആയിരുന്നു എടുത്തത്. ഒരു നിലവാരവുമില്ലാത്ത ഇന്റർവ്യൂ. നിലവാരത്തിലേക്ക് ഉയർത്താൻ എപ്പോഴൊക്കെ സന്തോഷ് ജോർജ് ശ്രമിച്ചു, അപ്പോഴൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ വലിച്ച് നിങ്ങളുടെ നിലവാര തകർച്ചയിലേക്ക് കൊണ്ടുവന്നു. അവളുടെ ഒരു ചിരി, ഇവൾക്ക് ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ അങ്ങനെ പറയില്ല നിങ്ങളുടെ അടുത്ത്. പക്ഷേ ഇത്ര സീരിയസ് ആയ ഒരു ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. നിങ്ങൾ ഇതിനെ എടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ കളിയും ചിരിയുമായിട്ട് പോകുന്നൊരു ഇന്റർവ്യൂ. അവിടെ ചോദ്യങ്ങൾക്കൊന്നൊരു പ്രസക്തിയില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാം. പ്രണയത്തെക്കുറിച്ച് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ചോദിച്ചുകൊണ്ടിരിക്കാം. അതൊന്നൊരു വിഷയമല്ല. പക്ഷെ ഇവിടെ പ്രേക്ഷകരുടെ പ്രതീക്ഷ അതായിരുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു നിലവാരം ഇല്ലായിരുന്നു എന്ന്. അവതാരിക, അവതാരക എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അവതാരിക വൻ പരാജയം. ആരാം മുന്നിലിരിക്കുന്നത് അതിന്റെ പക്വത കാണിക്കണം. മീരയോട് ഇഷ്ടക്കേടുള്ള ഒരാളല്ല ഞാൻ. ചെറിയൊരു റിക്വസ്റ്റ് ആണ്, മീര ഈ ഇന്റർവ്യൂ 2 തവണ ഒന്ന് സീരിയസ് ആയിട്ട് കാണൂ. എന്നിട്ട് മീര ബിഹേവ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളെ മുന്നിൽ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്നാലും സംസാരിക്കുന്ന ടോപ്പിക്കിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പെരുമാറാൻ കഴിയേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. മീര ഈ ഇന്റർവ്യൂ ഒന്നല്ല, ഒരു പകുതി തവണ പോലും കാണാൻ സാധ്യതയില്ല. കാരണം അമ്മാതിരി ബോറാണ്. ഒരാൾക്ക് പോലും ഇത് പൂർണ്ണമായിട്ടും കാണാൻ കഴിയില്ല. അത്രയ്ക്ക് ബോറൻ ഇന്റർവ്യൂ ആയിരുന്നു ഇത്. ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ, അല്ലെങ്കിൽ ട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ട്രോളന്മാരെ വെട്ടുന്ന ട്രോളായിരുന്നു സന്തോഷ് ജോർജ് ട്രോൾ, അത് കേൾക്കാൻ വേണ്ടിയായിരിക്കും കാണുന്നത്. ആ കൗണ്ടറും പിന്നെ നിങ്ങൾ എന്തൊക്കെ ചോദ്യം ചോദിച്ചിട്ടും ആ വിഷയങ്ങളെ കുറെ കൂടി നിലവാരമുള്ള വിഷയമായിട്ട് ബന്ധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ച ചില ഭാഗങ്ങളും അതൊക്കെ കാണുന്നതിന് വേണ്ടിയായിരിക്കും ആൾക്കാർ കാണുന്നത്. അല്ലാതെ ഇന്റർവ്യൂവറിന്റെ ഒരു മഹത്വം ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾക്ക് ഒരു നിലവാരം ഉണ്ടായിരുന്നില്ല. ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിന്റെ സീരിയസിൽ ഇന്റർവ്യൂ ചെയ്യുക, കോമാളിത്തരം കാണിക്കല്ലേ. ഇതൊരുമാതിരി ന്യൂജൻ സിനിമ നടിമാരുടെ ഇന്റർവ്യൂ ചെയ്യുന്നവരെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കളിച്ചിരി ഇന്റർവ്യൂ ആലയിൽ പോയി, ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. ഇവളുടെ ഈ ചിരി, എൻ്റെ പൊന്നുമോനെ, ഇതാണ് ഞാൻ പറഞ്ഞത്, കോളിമ്പിൽ ഇടുന്ന പോലെ ശബ്ദത്തിന്റെ ചിരി. ഒന്ന് നിർത്തുമായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു. മറ്റേതെങ്കിലും നല്ലൊരു അവതാരകമായിരുന്നു ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യേണ്ടത്. മികച്ച അറിവും മാന്യതയുള്ള സാറിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള പക്വത ഈ കുട്ടിക്കായിട്ടില്ല. ഇതാണ് പ്രശ്നം. ആളുകൾ പ്രതീക്ഷിച്ചത്
ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ധൈഷണിക സൗന്ദര്യമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചല്ല. കാരണം സന്തോഷ് ജോർജ് എസ്തറ്റിക് സെൻസിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നിങ്ങൾ വായും പൊളിച്ചിരിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ഈ പൈങ്കിളി പ്രണയം മോശമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ അതെവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഉപയോഗിക്കാനേ പാടില്ലായിരുന്നു. ഇതിപ്പോൾ അസ്ഥാനത്ത് ആല് മുളച്ച പോലെ ആയിപ്പോയി, അല്ലെങ്കിൽ ഏച്ച് കെട്ടിയപ്പോൾ മുളച്ചു നിൽക്കുന്ന പോലെ ആയിപ്പോയി. ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. അതാണ് ഇവർ പറയുന്ന കാര്യം. പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈഷണികമായിട്ടുള്ള സംഭാഷണമാണ്, കേൾക്കാൻ രസമുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള പല അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസാരമാണ് ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.